ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ പ്രതി നാരായണദാസ് പിടിയിലായി. ബംഗളൂരു അമ്രവള്ളിയിലെ ഫ്ളാറ്റിൽ നിന്നാണ് ഇയാൾ പോലീസിന്റെ പിടിയിലായത്. നാളെ ചാലക്കുടിയിലെത്തിക്കും. ഷീല സണ്ണിയെ മയക്കുമരുന്ന് കേസിൽ കുടുക്കാൻ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് വിവരം നൽകിയത് നാരായണദാസ് ആയിരുന്നു. 2023 ഫെബ്രുവരി 27-നാണ് ഷീല സണ്ണിയുടെ സ്കൂട്ടറിലെ ബാഗിൽ സൂക്ഷിച്ച നിലയിൽ എക്സൈസ് സംഘം LSD സ്റ്റാമ്പുകൾ കണ്ടെത്തിയത്. അന്ന് തന്നെ അറസ്റ്റിലായ ഷീലയ്ക്ക് 72 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം മെയ് 10-നാണ് ജാമ്യം ലഭിച്ചത്. ജൂലൈയിൽ പുറത്തുവന്ന രാസപരിശോധനാ ഫലത്തിൽ പിടികൂടിയ വസ്തു വ്യാജമാണെന്ന് കണ്ടെത്തിയതോടെ ഹൈക്കോടതി ഷീലയെ കുറ്റവിമുക്തയാക്കുകയായിരുന്നു. ഷീല സണ്ണിയെ വ്യാജലഹരി കേസിൽ കുടുക്കിയ പ്രതിയെ കണ്ടെത്തുമെന്ന് എക്സൈസ് മന്ത്രി MB രാജേഷും പ്രഖ്യാപിച്ചിരുന്നു. സംഭവത്തിൽ ഷീല സണ്ണിയുടെ ബന്ധുവായ യുവതിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നാരായണദാസിലേക്ക് എത്തിയത്. പിന്നീട് ഷീല സണ്ണി ഗൂഢാലോചന പുറത്തുകൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചതോടെയാണ് അന്വേഷണം പോലീസിന് കൈമാറിയത്. പോലീസ് നാരായണദാസിനായുള്ള അന്വേഷണം ബാംഗ്ലൂരിൽ ഊർജിതമാക്കി വരുന്നതിനിടെയാണ് ബാംഗ്ലൂർ അമ്രവള്ളിയിലെ ഫ്ളാറ്റിൽ നിന്നും ഇന്ന് രാവിലെ നാരായണദാസ് പിടിയിലാകുന്നത്. നാരായണദാസിനെ നാളെ ചാലക്കുടിയിൽ എത്തിക്കും. കേസിലെ ഗൂഢാലോചന പുറത്തുകൊണ്ടുവരുന്നതിനായി നാരായണദാസിനെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. അതേസമയം നാരായണദാസ് പിടിയിലായതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ഷീല സണ്ണി പ്രതികരിച്ചു. ഈ നാരായണദാസൻ പറയുന്ന വ്യക്തിനെ എനിക്കറിയില്ല. അപ്പൊ ഈ അറിയാതെ ഒരു വ്യക്തി ആർക്ക് വേണ്ടി ഇത് ചെയ്തെന്ന് അറിയില്ലല്ലോ. അപ്പൊ ഇത് പിടിച്ചതില് സന്തോഷമുണ്ട്. ഈ മരുമോള് കല്യാണം കഴിഞ്ഞ് ഞാൻ പറഞ്ഞത് ഈ സംഭവം നടക്കുമ്പോൾ 1 വർഷം 3 മാസം ആവണുള്ളൂ മോന്റെ കല്യാണം കഴിഞ്ഞിട്ട്. ഈ ചെറിയ കാലഘട്ടളവിൽ അവർക്ക് എന്നോട് എന്തിട്ട് ഇത്ര വെറുപ്പ് തോന്നാൻ കാരണമാണ് എനിക്കിപ്പോഴും ചിന്തിച്ചിട്ട് മനസ്സിലാവണില്ല. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.